ചെയ്യാനുണ്ട്. സംഘടനയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടു നാളെ നേരം വെളുത്താൽ അതിനേക്കാളും കൂടുതൽ ഉണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സി ഉസ്താദ് അവറുകൾ നല്ല വാക്ക് പറയും, എ പി ഉസ്താദ് അവറുകൾ അടുത്ത സമയം എത്തുകയും ചെയ്യും. ഞാൻ വളരെ പെട്ടെന്ന് അല്പം സംസാരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തും. അല്ലാഹു തആല ഇവിടെ കിടക്കുന്ന സാദാത്തുക്കൾക്കെല്ലാം ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ജീവിച്ചിരിക്കുന്ന സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും താലിമീങ്ങൾക്കും അല്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കുമെല്ലാം അല്ലാഹു അവരുടെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ദീനിന്റെ ഖിദ്മത്തിനുള്ള തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകും. പരിശുദ്ധ റമളാനായാൽ എന്റെ കുട്ടിക്കാലത്തൊക്കെ വഅദ് പറയാൻ വേണ്ടി പള്ളിയിലും ധാരാളം മുതഅല്ലിമീങ്ങൾ വരും. ഏകദേശം എല്ലാ ദിവസവും ഓതും യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അപ്പൊ എന്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഒരു ദിവസം പ്രസംഗിക്കാൻ വേണ്ടി ഇന്നപ്പോ ഒരു കാരണവര് പറഞ്ഞു പോലും കുതിബ അലൈക്കുമുസ് സിയാമാണെങ്കിൽ വേണ്ട. ഇതുപോലെ സയ്യിദന്മാരുടെ ഉറൂസ് നടക്കുന്നതുകൊണ്ട് ഏകദേശ ദിവസവും നമ്മൾ സയ്യിദന്മാരുടെ ബഹുമാനവും സാദാത്തുക്കളുടെ മഹത്വവും അഹ്ലു ബൈത്തിന്റെ ബഹുമാനവും ഉറൂസിൽ കേട്ടുകൊണ്ടേ ഇരിക്കും. അത് കേൾക്കുമ്പോൾ ചിലർക്ക് ചിലപ്പോ ഒരു ചെറിയ വിഷമം, മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ തോന്നരുത്. നമ്മളെപ്പോഴും ഒരു ദിവസം 5 നേരം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അവിടുത്തെ കുടുംബത്തിന്റെ പേരിലും ആവർത്തിച്ച് സ്വലാത്ത് ചൊല്ലുന്നു. ഫർള് നിസ്കരിക്കുമ്പോഴും സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒക്കെ സ്വലാത്ത് ചൊല്ലാണ്. അതിന് അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നതിലും ആലിമീങ്ങളെ ബഹുമാനിക്കുന്നതിലും സാലിഹീങ്ങളെ ബഹുമാനിക്കുന്നതിലും അതുപോലെ അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുന്നതിലും നമുക്ക് എത്രയും കൂടിപ്പോകുന്നത് ഭയപ്പെടേണ്ടതില്ല, മറിച്ച് കുറഞ്ഞു പോകുന്നത് മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വഅദ് പ്രസംഗം ഇൻഷാ അല്ലാഹ് എടരിക്കോട്ട് വെച്ച് കേൾക്കാൻ വേണ്ടി വരുന്നവരാണ് പുരുഷന്മാരെല്ലാവരും. അതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം ഒരു ചെറിയ സമയം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളോടും പറയട്ടെ, നമ്മൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ അടിമകളാണ്. ബഹുമാനപ്പെട്ട ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ വലിയ ക്ഷമ കൈക്കൊണ്ടിട്ടുള്ള മഹദിയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായിരുന്നു അവസാന സമയം. ആദ്യം അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. അബൂ സലമ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നാടും വീടും വിട്ട് അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി, ഈമാനിന്റെ സുരക്ഷണത്തിനു വേണ്ടി മദീനയിലേക്ക് നീങ്ങുമ്പോൾ മഹദിയെ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ വാഹനപ്പുറത്ത് എടുത്തു കയറ്റി. അതിനു മുമ്പ് മക്കാ ശരീഫിൽ നിന്ന് അബ്സീനിയയിൽ പോയിട്ടുണ്ട്. ഇവിടത്തേക്കുള്ള സംഭാവനയാണെങ്കിൽ എല്ലാവരും എന്റെ കിട്ടിയാൽ എല്ലാ സിറാജുദ്ദീൻ കീശയിലിട്ടു. അപ്പോ അബ്സീനിയയിലേക്ക് പോവുകയും അവിടെ തങ്ങുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ സഹാബികളിൽ പലർക്കും അവർക്കും ഉണ്ട്. അതിനുശേഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അബൂ സലമ റളിയല്ലാഹു അൻഹു അതുപോലെ ബഹുമാനപ്പെട്ട ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും ഹിജ്റ പോകാൻ വേണ്ടി വാഹനപ്പുറത്ത് കയറിയിരുന്നു. പക്ഷേ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ യാത്രയിൽ ചെറിയ കുട്ടി മകനും ഈ കുട്ടിയും ഹിജ്റയ്ക്ക് വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഉമ്മു സലമ ബീവിയുടെ കുടുംബം എന്ന് പറയുന്നത്
നീ പോകുന്നുവെങ്കിൽ പോയിക്കോ, ഞങ്ങളുടെ പെൺകുട്ടിയെ നിന്റെ കൂടെ വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ബഹുമാനപ്പെട്ട ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ അവർ ഒട്ടകപ്പുറത്തു നിന്ന് പിടിച്ചു ഇറക്കുകയാണ്. അപ്പോഴാണ് അബൂ സലമയുടെ കുടുംബങ്ങൾ വന്നു, അങ്ങനെയാണെങ്കിൽ ഇതാ കുട്ടിയെ അവളുടെ കൂടെ ഞങ്ങൾ വിടുകയില്ല, അത് അബൂ സലമയുടെ മകനാണ്, അതുകൊണ്ട് വിടൂല എന്ന് പറഞ്ഞു. രണ്ട് വിഭാഗവും ഈ ചെറിയ പിഞ്ചു കുഞ്ഞിനെ അപ്പുറവും ഇപ്പുറവും പിടിച്ചു വലിച്ച് കൈ പറഞ്ഞുപോയി. അത്രയും പ്രയാസം ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ കാണുകയാണ്. ദീൻ സംരക്ഷിക്കാൻ വേണ്ടി, ഈമാൻ രക്ഷിക്കാൻ വേണ്ടി നാടും വിട്ടുപോകുമ്പോൾ പോകാൻ അനുവദിക്കുന്നില്ല ഭർത്താവിന്റെ കൂടെ. എന്നാൽ തിരിച്ചിങ്ങോട്ട് വരുമ്പോ കുട്ടിയെ കൂടെ തരാനും കുടുംബം സമ്മതിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, കുട്ടിയുടെ കൈക്ക് തന്നെ അപകടം സംഭവിച്ചു പോയി. വളരെ വേദനയോടെ ബഹുമാനപ്പെട്ട ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അതാ കുടുംബത്തിന്റെ കൂടെ ഭർത്താവ് പോയി, കുട്ടി പോയി, മഹദി ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നു. ആ സമയത്തെല്ലാം ഇത് ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, എന്റെ ആഖിറത്തിന് വേണ്ടിയാണ്, ദുനിയാവിലുള്ള പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല എന്ന നിലക്ക് വളരെ ക്ഷമിച്ചുകൊണ്ട് മഹദി ജീവിതം നയിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടേ. എന്റെ സഹോദരിമാരെ, മുസീബത്തുകളും പ്രയാസങ്ങളുമൊക്കെ മഹാന്മാർക്കും മഹദികൾക്കും സംഭവിക്കും. ആ സമയത്ത് ക്ഷമയോടുകൂടി, മനക്കരുത്തോടുകൂടി അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി നിൽക്കുക എന്നതാണ് ഈമാനുള്ള ആളുകളുടെ കർത്തവ്യം. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസുണ്ട്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസബ് മിൻഹു മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ എന്ന് സാധാരണയായി നമ്മൾ ഓതുന്ന ഹദീസുണ്ട്. അല്ലാഹു തആല ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ ദീനിൽ വിവരമുള്ളവനാക്കും. അതൊരു ഹദീസാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് മറ്റൊരു ഹദീസാണ്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഒരാൾക്ക് അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചാൽ യുസബ് മിൻഹു, ആ ഖൈർ ഉദ്ദേശിച്ച കാരണത്താൽ അദ്ദേഹത്തിന് മുസീബത്തുണ്ടാകും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഖൈർ ഉദ്ദേശിച്ച ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇനി എന്ത് മുസീബത്താണ് വേണ്ടത്? ഭർത്താവിന്റെ കൂടെ പോകാൻ കഴിഞ്ഞില്ല, ഭർത്താവ് വേർപെട്ടുപോയി. കുഞ്ഞിനെ ഭർത്താവിന്റെ കൂടെ അതേ കൈപറിച്ച് കുടുംബങ്ങൾ കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, സ്വന്തം ഒറ്റക്കിരുന്ന് ഇങ്ങനെ ദിവസങ്ങളോളം ബഹുമാനപ്പെട്ട ബീവി കരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഒരു വർഷത്തോളം ക്ഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ ബഹുമാനപ്പെട്ട ബീവിയുടെ പിതൃ സഹോദരന്റെ മക്കളിൽ നിന്നുള്ള ഒരാൾ, ബനുൽ മുഗീറത്ത് കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഈ പെൺകുട്ടിയുടെ കരച്ചിൽ കണ്ട് വേദനയോടെ ചോദിച്ചു, അലാ തുഖ്രിജൂന ഹാദിഹിൽ മിസ്കീന, ഈ പാവപ്പെട്ട പെൺകുട്ടിയെ ഇനിയും നിങ്ങൾ ഇങ്ങനെ പീഡിപ്പിക്കുകയാണോ, നിങ്ങൾ പ്രയാസപ്പെടുത്തുകയാണോ? ഫർറഖ്തും ബൈനഹാ വബൈന സൗജിഹാ വബൈന വലദിഹാ, ആ പെൺകുട്ടിയുടെയും ഭർത്താവിന്റെയും ചെറിയ കുട്ടിയുടെയും ഇടയിൽ നിങ്ങൾ അകൽച്ച ഉണ്ടാക്കി വെവ്വേറെയാക്കിയില്ലേ എന്നിങ്ങനെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായി അതാ ജനങ്ങളോട് ചോദിച്ചപ്പോ അവർ ഭർത്താവിലേക്ക് പോകാൻ വേണ്ടി ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ സമ്മതം കൊടുത്തു. അപ്പോൾ ഭർത്താവിന്റെ കുടുംബം കുട്ടിയെ മഹദിക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒറ്റയ്ക്ക് ഒരു ഒട്ടകപ്പുറത്ത് കയറി ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം മകനെയും മടിയിലിരുത്തി മദീനയിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അങ്ങനെ എവിടെയെന്നറിയാതെ പോയി തൻഈമിന്റെ സമീപത്തേക്ക് എത്തിയപ്പോൾ ഉസ്മാൻ ഇബ്നു തൽഹ ഇബ്നു അബീ തൽഹ എന്ന് പറയുന്ന ആള് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു.
ഞാൻ മദീനയിൽ എന്റെ ഭർത്താവിന്റെ സമീപത്തേക്കാണ് എന്ന് പറഞ്ഞു. 400-ലധികം കിലോമീറ്റർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യണം. ആരും നിങ്ങളെ കൂടെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോ ലാ വല്ലാഹി ഇല്ലല്ലാഹ് വബുനയ്യ ഹദാ, ഏത് സമയത്തും കൂടെ ഉണ്ടാകുന്നവൻ അല്ലാഹുവല്ലേ, അവൻ എന്റെ കൂടെയുണ്ട്, എന്റെ ഈ ചെറിയ പിഞ്ചുകുഞ്ഞുമുണ്ട് എന്ന് അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി മറുപടി പറഞ്ഞ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ മഹദിയുടെ കൂടെ സംരക്ഷണം നൽകുന്ന വിധം ഉസ്മാൻ ഇബ്നു തൽഹ അതാ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് അതിന്റെ മൂക്കുകയറി പിടിച്ച് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ യാത്ര ചെയ്തു. മഹദി പറഞ്ഞു, ഇത്ര മാന്യനായ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്തെത്തിയാൽ അദ്ദേഹം മെല്ലെ ഒട്ടകത്തിന് മുട്ടുകുത്തിച്ച് മാറി മുട്ടും, എന്നെ തിരിഞ്ഞു നോക്കൂല. ഞാൻ സ്വന്തത്തിൽ ഇറങ്ങി മാറി അങ്ങോട്ട് നിന്നാൽ അദ്ദേഹം വന്ന് ഒട്ടകത്തിന്റെ പുറത്തുന്ന സാധനങ്ങളൊക്കെ ഇറക്കി വെക്കും. എന്നിട്ട് ഒട്ടകത്തെ ഒരു മരത്തോട് പിടിച്ച് കെട്ടും. എന്നിട്ട് പിന്നെ മൂപ്പരിവിന്റെ കുറെ ദൂരെ പോയി ഒരു മരത്തിന്റെ ചുവടെ അവിടെ കിടക്കും. പോകേണ്ട സമയമായി ഞാൻ വന്ന് ഒട്ടകപ്പുറത്ത് കയറിയാൽ വീണ്ടും വന്ന് മഹാനവറുകൾ അതാ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് മുന്നോട്ട് ഇങ്ങനെ പോകും. അങ്ങനെ ഞാൻ എത്തേണ്ട സ്ഥലം ഏകദേശം മദീനയുടെ അടുത്തെത്തി. അങ്ങനെ എന്റെ ആൾക്കാർ താമസിക്കുന്ന ബനൂ അംർ ബിൻ ഔഫിന്റെ ആ ഗോത്രക്കാര് താമസിക്കുന്ന ഖുബൈയുടെ സമീപത്തിൽ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് ഇവിടെയാണുള്ളത്. ഫദ്ഖുലീഹാ അലാ ബർക്കത്തില്ലാഹ്, നിങ്ങൾ പ്രവേശിച്ചോളൂ നിങ്ങളുടെ ഭർത്താവുള്ള നാട്ടിലേക്കെന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. മഹാനവറുകൾ മഹദി പറയാറുണ്ട്, വല്ലാഹി മാ അഅലമു അഹ്ല ബൈത്തിൻ ഫിൽ ഇസ്ലാമി അസാബഹും മാ അസാബ അലാ അബീ സലമ. അബൂ സലമയുടെ കുടുംബത്തിന് സംഭവിച്ചതുപോലത്തെ മുസീബത്ത് സംഭവിച്ച ഒരൊറ്റ കുടുംബത്തെയും ഇസ്ലാമിൽ എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. വമാ റഅയ്തു സാഹിബൻ ഖത്തു കാന അക്രമ മിൻ ഉസ്മാൻ ബിൻ തൽഹ, ഉസ്മാൻ ബിൻ തൽഹയേക്കാൾ മാനമായി പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയെയും ഞാൻ അനുഭവത്തിൽ അറിഞ്ഞിട്ടില്ല. മഹദിയുടെ അങ്ങേയറ്റത്തിൽ ക്ഷമ. സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഭർത്താവിന്റെ ദുഷിച്ച സ്വഭാവം അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിലുള്ള പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസം അല്ലെങ്കിൽ മാനസികമായ അല്ലെങ്കിൽ ശാരീരികമായ രോഗം അല്ലാഹു എല്ലാറ്റിനും കാവൽ നൽകണം. ഏത് മുസീബത്ത് വന്നാലും ക്ഷമിച്ചു നിൽക്കണം. തങ്ങളുടെ ഉപദേശം അല്ലാഹുവിന്റെ ഖദറിന്റെ പാത്തിയുടെ ചുവടെ നീ വിശ്രമിക്കണം. അല്ലാഹുവിന്റെ ഖദർ മുഖേന നിനക്ക് എന്താണോ അവൻ ചൊരിച്ചു തരുന്നത് അത് സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുന്നവനാകണം നീ. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മുസീബത്ത് വരുമ്പോൾ പതറിപ്പോകാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചില്ലേ, ഒരാളെ കൊണ്ട് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസീബത്ത് ചെയ്യും. ഇതുകൊണ്ടാണ് ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മുർത്തഫത്തുർ റബ്ബാനി എന്താണ് ഖദിയാത്തുൽ എന്ന് വിവരിച്ചുകൊണ്ട് മുരീദന്മാരോട് ക്ലാസ് എടുക്കുമ്പോൾ മഹാനായ ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. അത് പറഞ്ഞു തീരുമ്പോ നിബിതങ്ങളുടെ വാക്ക്
നീ എന്നെ ശരിക്കും സ്നേഹിക്കുകയാണോ? എന്നാൽ നീ ദാരിദ്ര്യത്തിന് വേണ്ടി ആവശ്യമുള്ളത് നീ ഒരുക്കി വെച്ചോളണം, നീ ഒരുങ്ങിക്കോളണം. വലിയ ദാരിദ്ര്യം നിനക്ക് വരാൻ പോകുന്നു. ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് മുസീബത്തുകൾ കൊടുക്കുന്നുണ്ടോ മുഅ്മിനാണോ, മാ യുസീബുൽ മുസ്ലിമ മിൻ ഹമ്മിൻ വലാ ഗമ്മിൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മുസ്ലിമായ മനുഷ്യന് സംഭവിക്കുന്ന ഏത് ദുഃഖമാകട്ടെ, ഏത് പ്രയാസമാകട്ടെ, ഏത് രോഗമാകട്ടെ, വലാ അവൻ മറ്റുള്ളവർ ചെയ്യുന്ന ദ്രോഹങ്ങൾ എന്താകട്ടെ, അതുപോലെ തന്നെ ഏത് മിന്നസബിൻ വലാ വസബിൻ, ഏത് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഏത് രോഗങ്ങളോ ഏത് പെൻഷനുകളോ ഏത് കാര്യം മുഅ്മിനായ മനുഷ്യന് സംഭവിക്കുന്നുണ്ടോ, അവിടുന്ന് പറയുകയാണ് ഏത് കാര്യം സംഭവിച്ചാലും ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖഫായാ ما يصيب المسلم من نصب ولا وصب ولا هم ولا حزن ولا أذى. ഏത് മുഷിപ്പോ ദുഃഖമോ പ്രയാസമോ ബുദ്ധിമുട്ടോ വലാ അതൻ മറ്റുള്ളവരിൽ നിന്ന് അവരുണ്ടാക്കി തീർക്കുന്ന ഏത് പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഏത് ഇടങ്ങാറുകളോ വലാ ഗമ്മിൻ ഏത് മുഷിപ്പുകളോ ആർക്ക് സംഭവിക്കുന്നുണ്ടെങ്കിലും കാലിന് തളിക്കുന്ന മുള്ളുവരെ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖഫായാ. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അത് അവന്റെ പാപം പൊറുപ്പിക്കുന്ന സംഗതിയാണ്, യാതൊരു സംശയവുമില്ല. അപ്പൊ നല്ല ക്ഷമ, ഖദറിലുള്ള വിശ്വാസം. മുസ്ലിം റളിയല്ലാഹുവിന്റെ ചരിത്രം ഞാൻ സഹോദരിമാർക്ക് വേണ്ടി പറഞ്ഞത് അതാണ്. നല്ല ക്ഷമ വേണം. ഏത് വിഷയം രോഗം അല്ലാഹു തആല എല്ലാ രോഗങ്ങളിലും നമുക്ക് കാവൽ നൽകണം. പല രോഗികളും ഇവിടെ ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നവരും സംഭാവന കൊടുത്തവരും ഉണ്ട്. ഞാനിപ്പോ വരുമ്പോ ഒരു ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ 2 കിഡ്നിയും നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു കരഞ്ഞു. അല്ലാഹു തആല അദ്ദേഹത്തിനും നമുക്കും എല്ലാവർക്കും എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തി നമ്മുടെ നേതാക്കൾക്കും ഉസ്താദുമാർക്കും എല്ലാ സഹകാരികൾക്കും അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, രോഗം പ്രയാസം അതെല്ലാം ഫിൽട്ട് ചെയ്യപ്പെടുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. നമ്മുടെ ദോഷങ്ങൾ കഴുകിപ്പോകാനുള്ളതാണ്. അതുകൊണ്ട് രോഗികളെ സമാശ്വസിപ്പിക്കണം, അവർക്ക് സാന്ത്വനം നൽകണം, അതിൽ മനസ്സിന് നല്ല മനക്കരുത്ത് നൽകണം. ഇപ്പൊ നമ്മുടെ യെസൂയസിന്റെ 60ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് എല്ലാ ജനങ്ങൾക്കും നമ്മൾ നൽകുന്ന ഒരു ആശയം സംഘടനാ പ്രവർത്തനം തെറി പറയാനല്ല, സംഘടനാ പ്രവർത്തനം ചീത്ത പറയാനല്ല, സംഘടനാ പ്രവർത്തനം കുറ്റം പറയാനല്ല. സംഘടനാ പ്രവർത്തനം ഒന്നാമതായി ഈമാൻ രക്ഷിക്കാനാണ്. അതുകൊണ്ട് ഏറ്റവും വലുത് നമ്മുടെ ഈമാനാണ്. ഈമാൻ രക്ഷിക്കപ്പെടണമെങ്കിൽ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം, സ്വഹാബത്ത് പഠിപ്പിച്ച ആശയം, അയിമ്മത്ത് പഠിപ്പിച്ച ആശയം. നിങ്ങൾ നോക്കും, മദീനയിൽ ചെന്നാൽ മദീന പള്ളിയുടെ ഒരു ചുമര്, ഇവിടെ ഈ ജുമാ മസ്ജിദിന്റെ ഒരു ചുമര് ഒരു ജാറത്തിന്റെ ചുമരാണ്. മദീനത്തെ പള്ളിയോ? മദീന പള്ളിയുടെ ഒരു ചുമര് ജാറത്തിന്റെ ചുമരാണ്. ജാറത്തിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ലോകത്തെ ഏറ്റവും വലിയ 2 ഔലിയാക്കൾ. പിന്നെയോ അവരുടെ മുന്നിലായി മഹാനായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ വലിയ ഒരു ശക്തിയും ഇല്ല. ഈ 3 മഹാന്മാരുടെ ജാറത്തിന്റെ ചുമരും പള്ളിയുടെ ചുമരും ഒരേ ചുമര്. ആ ജാറത്തിന്റെ മുൻവശത്ത് റൗണ്ട് പില്ലറിൽ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് ധാരാളം സംഭാവനകൾ ലഭിക്കുന്നു. അതിനാൽ ഓ നബിയേ എന്ന് വിളിച്ച് യാ ഖൈറ മൻ ദുഫിനതു എന്ന് തുടങ്ങിയിട്ടുള്ള പദ്യം എഴുതി വെച്ചിരിക്കുന്നു.
അത് ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് നബിതങ്ങളോട് തേടാൻ അതിനുവേണ്ടി എല്ലാ ഇമാമിയങ്ങളും ഇമാം നവവി, ഇമാം ഇബ്നു അസാക്കിർ, ഇമാം ബൈഹഖി തുടങ്ങി വലിയ വലിയ മഹാന്മാരായ ഇമാമിയങ്ങൾ മുഴുവനും എഴുതി വെച്ചിരിക്കുന്ന പദ്യം യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഗ്മുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ ലഖമു നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാഫിലുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. നിബിതങ്ങളെ വിളിച്ചു തേടുന്ന പദ്യം. അതേസമയത്ത് നിങ്ങൾ നോക്കൂ, ഒറ്റക്കെട്ടായി ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ പുത്തനാശയക്കാർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നബിതങ്ങളെ വിളിക്കുന്നവൻ ഇസ്ലാമെന്ന് പുറത്താണ്, ജാറത്തെ ബഹുമാനിക്കുന്നവൻ ഇസ്ലാമെന്ന് പുറത്താണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്താകുള്ള മുസ്ലിമീങ്ങൾ ഈ ജാറത്തിൽ